ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ലഡു പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ലഡുവാണ്. നമ്മൾ നോർമലായിട്ട് ബേസൻ പൗഡറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക, പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു ലഡു നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു കടായി വെച്ച് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-10 റൈസിൻസ്, ഗോൾഡൻ റൈസിൻസ് ആണ്. അപ്പോൾ ചെറിയ ഉണക്കമുന്തിരിയാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വാട്ടർ കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് വരും. ആ ടൈം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തണുപ്പോട് കൂടി ആഡ് ചെയ്യാൻ പാടില്ല. തേങ്ങ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ തന്നെ എടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒരു 5 മിനിറ്റ്സ് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗീ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം സിനമൺ പൗഡറാണ് ചേർക്കുന്നത്. ഏലക്കായല്ല, സിനമൺ പൗഡറാണ്. അപ്പോൾ സിനമൺ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ പട്ട, കറുവാപ്പട്ട പൊടിച്ച പൊടിയാണ്. അത് ചേർത്ത് പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. ഓട്സും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഓട്സ് ചേർത്താൽ കുറേ ടൈം വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപേ കൊടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്, ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. ഇനി നമുക്കിതിലേക്ക് ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 4-5 ബദാം പൊടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും, നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും നിങ്ങൾക്ക്. ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കയല്ല ചേർക്കുന്നത്, വാനില എസൻസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നല്ലൊരു ലഡു നമുക്ക് റോൾ ചെയ്യാൻ പറ്റിയൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ കോക്കനട്ടിൽ ഒരല്പം ഫുഡ് കളർ മിക്സ് ചെയ്തതാണ്. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരല്പം ഗീ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഓരോ ബോളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ആ ഡ്രൈ കോക്കനട്ടിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ റോളാക്കിയിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് വെക്കാം. കംപ്ലീറ്റ് കൂളായതിന് ശേഷം മാത്രമേ റൗണ്ടാക്കി വെക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് റൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം ഓട്സ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം. അത് ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലഡു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.